മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. മോദിയുമായി കൂടിക്കാഴ്ച സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ കൂടിക്കാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണും. പോലീസിന് പിന്നാലെ വിജിലൻസിലും അഴിച്ചുപണിയുടൻ. ആഭ്യന്തരമന്ത്രി വിളിച്ച വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. 5 പ്രതികളെയും സസ്പെൻഡ് ചെയ്തേക്കും. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ കോടതി പരിഗണിക്കും. തലസ്ഥാനത്തെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് എസ്എഫ്ഐയുടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. എസ്എഫ്ഐ കെഎസ്യു ഏറ്റുമുട്ടൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ. ആഹ്ലാദ പ്രകടനത്തിലേക്ക് കെഎസ്യു പ്രവർത്തകർ കല്ലെറിഞ്ഞെന്ന് എസ്എഫ്ഐ നേതാക്കൾ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷാ ഫലം ഇന്ന്. ഫലപ്രഖ്യാപനം വൈകിട്ട് 3-ന്. ഫലമറിയാൻ 4.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. +1 പ്രവേശനത്തിന് അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ. സീറ്റുകളുടെ എണ്ണം ഉയർത്തിയത് 9 ജില്ലകളിൽ. തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് സമ്മർദ്ദം ശക്തമാക്കി DK ശിവകുമാർ. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച രാവിലെ. ഇന്ന് അറഫ സംഗമം. ഹാജിമാർ മക്കയിൽ നിന്ന് അറഫാത്തിലേക്ക്. ഹജ്ജിനെത്തിയത് ലോകമെമ്പാടുമുള്ള 18 ലക്ഷത്തോളം വിശ്വാസികൾ.